എല്ലാവർക്കും നമസ്കാരം. 1990 മദ്രാസിൽ വ്യാസപ്പാടി എന്ന സ്ഥലത്ത് കൃഷ്ണപ്പൻ വലിയ സമ്പത്തുള്ളവനും ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനുമായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു കരുണാകരൻ. ഒരു പാർട്ടിയുടെ ഉന്നത സ്ഥാനം ഇവർ രണ്ടുപേരും വഹിച്ചിരുന്നു. ഈ നാട് ഭരിച്ചത് ഇവരായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ പാർട്ടി രണ്ടായി പിളർന്നു. ഇതുവരെ ഒന്നായിരുന്നവർ രണ്ട് പാർട്ടിയായി മാറുകയായിരുന്നു. അതോടെ ഇവർ പരസ്പരം ശത്രുക്കളായി. അതുവരെ ഒന്നിച്ചു ഭരിച്ചിരുന്ന ആ സ്ഥലം തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് രണ്ടായി ഭാഗിച്ചു. അങ്ങനെ മറ്റു പ്രശ്നങ്ങൾ ഒന്നുമില്ലായിരുന്നെങ്കിലും ഇവിടെയുള്ള ഹൗസിംഗ് ബോർഡിന്റെ പ്രധാനപ്പെട്ട സ്ഥലമായ ഈ ചുവരിൽ സ്വന്തം പാർട്ടിയുടെ പരസ്യം വരണമെന്ന് ഇരു കൂട്ടർക്കും വളരെ നിർബന്ധമുള്ള കാര്യമായിരുന്നു. ആ ചുമരില് നമ്മുടെ പടം ഉണ്ടെങ്കിൽ ആ സ്ഥലം തന്നെ നമ്മുടെ കൈക്കുള്ളിലാവും. ആ ചുമര് മാത്രം നമ്മൾ വിട്ടുകൊടുക്കരുത്. എന്താ ചെയ്തേക്കാച്ച? ചുവര് മാത്രം വിട്ടുകൊടുക്കല്ലേ മോനെ, പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഈ സാഹചര്യത്തിൽ ഒരു ദിവസം കൃഷ്ണപ്പന്റെ ആൾക്കാർ ആ ചുവര് കൈക്കലാക്കാൻ നോക്കി. എല്ലാത്തിനെയും പേടിച്ച ഈ ഗതിയിലായത്. എത്ര വലിയ സ്ഥലത്താ ജീവിച്ച് ചുരുണ്ട് കിടക്കാൻ പോലും പറ്റുന്നില്ല. കിട്ടിയത് കുപ്പത്തട്ടിയാ. അനങ്ങാനും വയ്യ, തിരിയാനും വയ്യ. അല്ല, എന്തിനാ ഇപ്പൊ സംസാരിക്കുന്നത്? നേരത്തെ നമ്മളോട് എല്ലാരും പറയുമായിരുന്നു, ഇപ്പൊ പറയുന്നുണ്ടോ? നമ്മളെ ഭരിക്കാൻ വന്നിരിക്കുന്നു. മുമ്പ് എല്ലാരും ഒന്നായിരുന്നു, ഇപ്പൊ നമുക്കും ഒരു പാർട്ടിയില്ലേ? അതല്ല നീയ, അവരത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചാലേ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാ പറഞ്ഞ് ആ അഹങ്കാരത്തിലെ ഇതൊക്കെ ചെയ്യും. അതിനെന്താ നമുക്കിതൊന്നും ചോദിക്കാൻ പറ്റില്ലേ? നമ്മളെന്താ കിഴങ്ങന്മാരാ? എല്ലാത്തിനും അഹങ്കാരമായില്ലേ? ഇന്നലെ വരെ വീടും കൂടുമില്ലാതെ നടു റോഡിൽ നിന്നവന്മാര് ഇന്ന് വീട് കിട്ടിയപ്പോ എന്നെ വേണ്ടാതായി. ആ ചുമര ആരുടേതാ? ഗവൺമെന്റിന്റേതാണ്. ഒരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയി കമ്പി എണ്ണേണ്ടി വരും. അതെ, എന്നാ ഈ പറയുന്നേ? ഇത് ആരുടെയാ? ഗവൺമെന്റ് ഞങ്ങൾക്ക് തന്നതാ. ഞങ്ങൾ അറിയാതെ ആരും ഇവിടെ ഒന്നും എഴുതാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ വേണ്ടേ? നിങ്ങൾ ഞങ്ങൾക്ക് വേണം, പക്ഷെ പാർട്ടി ഒന്നും ഇവിടെ വേണ്ട. ഞങ്ങളുടെ നേതാവിന്റെ പടം എവിടെ വരയ്ക്കുന്നേ? നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ജനങ്ങളുടെ ചുമരിലോ ഞങ്ങൾ വരച്ചാ നിങ്ങൾ സമ്മതിക്കോ? നിന്നെ ഇളക്കി വിട്ടവൻ ആരാണെന്ന് എനിക്കറിയാമടാ. എന്താ? ഞങ്ങൾക്കാർക്കും വിവരല്ലേ? ദേ ഇങ്ങോട്ട് നോക്കേ. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ എന്തിനാ? ഈ ചുമര് ഞങ്ങളുടെയാ, ആർക്കും വിട്ടുതരാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തോ. മുമ്പിൽ എതിർത്ത് സംസാരിക്കാതിരുന്ന ജനങ്ങൾ തന്റെ അച്ഛനെ എതിർത്ത് സംസാരിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാത്ത കൃഷ്ണപ്പന്റെ മകൻ കണ്ണൻ ആദ്യ കൊലപാതകം ചെയ്തു. ശങ്കർ മരിച്ചു വീണു. വലിയ ലഹളയായി. പക്ഷെ പോലീസുകാർ സാധാരണ ജനങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. മരിച്ചവനെ ചുടുകാട്ടിൽ കൊണ്ടുപോകാൻ പോലും ഒരു ആൺതരി അവിടെ ഇല്ലായിരുന്നു. ശങ്കർ മരിച്ച 1 വർഷം കഴിഞ്ഞ് അവന്റെ ആണ്ടിന് വന്ന കരുണാകരൻ മറ്റുള്ളവരെ പറഞ്ഞു ചൂടാക്കി. സമാധാനമായിട്ടിരിക്കാൻ പാടില്ല. ആ പ്രേരണയിൽ കൃഷ്ണപ്പനെ തന്റെ വീട്ടിലിട്ട് വെട്ടിക്കൊന്നു. തന്റെ അച്ഛനെ കൊന്ന ഒരാഴ്ചക്കുള്ളിൽ ആ കൊലയാളികളെ നടു റോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കൃഷ്ണപ്പന്റെ മകൻ. കണ്ണിന് വെച്ച കെണിയിൽ കൂട്ടുകാരൻ അകപ്പെട്ടു. അതിനുശേഷം അവിടെ ഒരു പോർക്കളം തന്നെയായിരുന്നു. അങ്ങനെ വർഷങ്ങൾ പകരം വീട്ടിലുമായി പൊയ്ക്കൊണ്ടേയിരുന്നു. അതിനുള്ളിൽ കണ്ണൻ പാർട്ടിയിൽ ഒരു വലിയ നേതാവായി. അതിനുശേഷം ആ നാട്ടുകാർക്ക് പൈസ കൊടുത്ത് സന്തോഷിപ്പിച്ചു. ആർക്കും ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ തന്റെ അച്ഛന്റെ പടം ചുവരിൽ സ്ഥാപിച്ചു. ചുവർ അവനെ സ്വന്തമാവുകയും ചെയ്തു. തോറ്റുപോയ വിഷമത്തിൽ കരുണാകരൻ മരിച്ചു. അതിനുശേഷം അയാളുടെ മകൻ മധു ഹൗസിംഗ് ബോർഡ് ജനങ്ങളുടെ നേതാവായി. പാർട്ടിയിലും നല്ല സ്ഥാനത്തെത്തി. ആ സമയത്ത് ചുവരിന്റെ മുമ്പിൽ ചില സംഭവങ്ങൾ നടന്നു. എവിടെ നിന്നോ വന്ന ഒരു വൃദ്ധൻ ചുവരിന്റെ മുന്നിൽ കുഴഞ്ഞു വീണ് മരിച്ചു. ചുവരിൽ ബൈക്കിടിച്ച് 2 പേർ മരിച്ചു. ഒരാൾ ചുവരിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. അങ്ങനെ പേടിച്ച ജനങ്ങൾ ഒരു മന്ത്രവാദിയെ കണ്ടു. കണ്ടോ, ഈ ചുവരനിയും ഒരുപാട് പേരുടെ ജീവൻ എടുക്കാൻ പോവുകയാണ്. രക്തപ്പുഴയൊഴുകും, ഇവിടെയൊക്കെ രക്തക്കളമാകും. മന്ത്രവാദിയുടെ ആ വാക്കുകൾ കേട്ടതിന് ശേഷം പേടിച്ച് മരണച്ചുവരെന്ന് പേരുമിട്ടു. ഭയന്ന നാട്ടുകാർ അവിടെ ഒരു അമ്പലവും ഉണ്ടാക്കി. ഇത് തനിക്ക് അനുയോജ്യമായി വന്നു മനസ്സിലാക്കിയ കണ്ണൻ തന്റെ അച്ഛന്റെ പടം നശിക്കാതെ നോക്കണമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഈ ചുവരെങ്ങനെങ്കിലും തിരിച്ചു പിടിക്കണമെന്നുള്ള വെറിയോടിരിക്കുകയാണ് മധു. അങ്ങനെ ഇന്നു വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ഈ ചുവരിന്റെ പ്രശ്നം. എടാ മോനെ, നീ എന്തോ പഠിക്കാൻ പോകുന്നു? കളക്ടറിന്. എന്തോന്ന് കളക്ടറോ? കളക്ടറിന് പഠിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി. എടാ ഇവൻ പുലിയാണല്ലോ. ഇന്നലെ തൊട്ടേ ഇങ്ങനെ തന്നെയാ, മഴ കാണുന്നോണ്ടിരിക്കുക. എന്റെ ബിജു വിട്ടേക്ക്, ടെൻഷൻ ആകാതെ. കളിക്കിടെ ഇതൊക്കെ നടക്കാറുള്ളതല്ലേ. നീ അല്ലേടാ ഇടിച്ചത്. എന്റെ ബിജു, നീ എങ്ങനെങ്കിലും ഒന്ന് ജയിക്കാൻ നോക്ക്. ആരോടെ സംസാരിക്കുന്ന? നിന്റെ നാക്ക് നീളുന്നല്ലോ. നീ എന്തുണ്ടാക്കുമെന്ന്? ബിജു നിന്നെ കഴുത്തറക്കുമെന്ന്.
ദേ, ആ ബിജുവിന്റെ കയ്യിൽ ഒരു വെട്ടരി വാള എടുത്തു കൊടുക്ക്. ഒന്നിരിക്കുന്നു. എന്നിട്ട് നമുക്ക് കൈ കെട്ടി കാഴ്ച കണ്ടോണ്ട് നിൽക്കാം. നമസ്കാരം. കൊടുക്കാനല്ലേ പറഞ്ഞത്? ആ ഇരിക്കിരിക്കെ. അച്ഛന് സുഖമാണല്ലോ അല്ലേ? സുഖം തന്നെ മുരുക. കൊച്ചു പിള്ളേരുടെ പ്രശ്നങ്ങളൊക്കെ ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ പെരുമാളെ? നമ്മുടെ ഏരിയ വിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇവരൊക്കെ നമ്മുടെ പിള്ളേർ, നമ്മൾ വളർത്തിയ പിള്ളേർ. എന്താ ശരിയല്ലേ? സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നങ്ങള്. അല്ല മുരുക, ഈ ഏരിയയിൽ ബിജുവിന് ഒരു വിലയുണ്ടല്ലോ. ഇന്ന് അവൻ തന്നെ വിട്ടിട്ട് പോയി കഴിഞ്ഞാ നാളെ അവന് പകരം വേറൊരാൾ വന്ന് നിൽക്കും. നമ്മുടെ നാട്ടിൽ ഇതുപോലെ എത്ര ആളെ കാണാതായിരിക്കുന്നു. അതിലൊന്നായിരിക്കും ഇത്. ഒന്ന് ഉഷാറായിട്ട് നിൽക്കാൻ പറ മുരുക. ചേട്ടാ, ഈ പീരകളോടൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. വാടാ. എടാ ചക്ക നിക്കണവിടെ. ഇവിടുത്തെ ആറ്റുകാലം പൊങ്കാലയാ. നീ ഇഷ്ടത്തിന് കത്തി കേറണം. ഞങ്ങളെ കേറണം. നിനക്ക് എന്താണ് അടിച്ച് നിന്നെ ശരിയാക്കി- തോന്നുന്നത്? കൂട്ടടാ. എടാ നീ കൂടുതൽ വാചകം നടക്കണ്ട. ധൈര്യത്തിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വാ. നീ വളർന്നിട്ടുണ്ടോ? തെണ്ടി. നീ മാറല്ലേ? പോകാൻ പറഞ്ഞില്ല, കൊടുത്തില്ല. യുവമാരെ ഇങ്ങനെ പറഞ്ഞാ പോരാ. നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടോ? ഇത് നോക്കു മുരുക, ഈ പ്രശ്നം ഇതോടെ അവസാനിപ്പിക്കണം. അത് നിനക്ക് വേണ്ടി മാത്രം. ഇനിമേൽ എന്റെ പിള്ളേർ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇനി നിന്റെ പിള്ളേർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ പിന്നെ ആര് സപ്പോർട്ടിന് വന്നാലും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വാടാ പോവാം. അങ്ങനെ പോയാൽ എങ്ങനെയാ? എന്താ ഇത്? സംസാരിച്ച് തീർക്കണ്ടേ? നമ്മൾ സംസാരിച്ചല്ലോ. എല്ലാം നീ ഇരിക്കുന്ന ധൈര്യത്തിലെ അവന്മാർ ചെയ്യുന്നത്. നിനക്കുള്ള ആപ്പ് താമസിയാതെ എത്തും. പക്ഷെ ഏത് സമയത്ത് ആര് ചെയ്യുമെന്ന് അറിയാത്തത്. ഓർത്തിരുന്ന മുരുക. ഞാൻ ശ്രദ്ധിച്ചോളാം, നീ പേടിക്കണ്ട. ബിജു അല്ല അവൻ. അവന്റെ പേര് അനിൽ. എന്റെ മകനാവൻ. കാർത്തിക്, അവൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ എന്താ റൗഡി ആവണമെന്ന് വല്ല ഉദ്ദേശമുണ്ടോ? നല്ല വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്. നിനക്ക് ഇതിന്റെ ആവശ്യം വല്ലതുണ്ടോ? ഞാൻ പറഞ്ഞേ കേട്ടോ. എന്റെ കുഴപ്പമില്ല ഏട്ടാ, അവനാ. നീ ഒന്ന് ചുമ്മാരെ. ചേട്ടൻ സംസാരിക്കുന്നത് കേട്ടില്ലേ? കാർത്തിക്, സന്തോഷമായിട്ട് ഇരിക്കടാ. കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ചൂടെ? കുറച്ച് കുട്ടികളും വേണോടാ. അത് നീ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. അതുകൊണ്ട് വേഗം കല്യാണം കഴിക്കൂ. പൈസ ഇല്ലെങ്കിൽ പോലും എല്ലാരും നമ്മളെ കണ്ട് പേടിക്കുന്നതിന്റെ അർത്ഥം എന്താ? നമ്മുടെ കൂടെ ജിലിജിലാ നിൽക്കുന്ന ഈ പിള്ളേരെ കണ്ടോണ്ടാ. പാടയാളികളെ പോലെ. അറിയാവോടാ മക്കളെ? അല്ലേ ഏട്ടാ, ദേഷ്യം ഉണ്ടോ? ഇല്ലേട്ടാ, അങ്ങനൊന്നുമില്ല. കൈ അങ്ങ് ഓടിക്കേണ്ടതല്ലായിരുന്നു. എന്റെ ഏട്ടാന്ന് ചുമ്മാരി. വന്ന ദേഷ്യത്തിന് അയാൾ അടിമേടിച്ചോണ്ട് എപ്പോഴേ ഓടണം. ഞാനുള്ളതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു പോയത് അറിയാം. അവന്മാരെയൊക്കെ അടിച്ച് വലിയ ആളാക്കരുത്. കണ്ണന്റെ എച്ചിച്ചോറ് തിന്നുന്ന തെണ്ടികൾ അവന്മാര്. ഇരിക്കും ബിജു. ഞാൻ നിന്നോളാം ചേട്ടാ. ഇരിക്കടാ ബിജു. അമ്മേ ചോറ്. ഇപ്പൊ എടുക്കാൻ മോനെ. കുഞ്ഞെന്തിനാ കരയുന്നേ? എന്റെ കുഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ശല്യം ഉണ്ടാക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇരിക്കേ. ഞാനിപ്പോ കഴിച്ചിട്ട് വന്നേ ഉള്ളൂ. മുരുകൻ എന്ത് പറയുന്നു? അവനെന്ത് പറയാനാ? വാണിയും കൊടുത്തിട്ടാ വന്നത്. അവൻ കാരണം അനിൽ വെറുതെ കടന്ന് തുള്ളുന്നേ. പല്ലൂത്തി കൊണ്ടുപാടി. ഇപ്പൊ കൊണ്ടുവരാം. ഇറച്ചി കഴിക്കുമ്പോ പല്ലൂത്തി വേണമെന്ന് എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്? പിടയ്ക്കട്ടെ. ചട്ടി വീഴാനുള്ള മീൻ എത്ര നാള് പിടയ്ക്കുമെന്ന് കാണാം. ഒന്ന് സമാധാനപ്പെടറാ. നമുക്ക് സമയം വരും. അപ്പൊ കാണിച്ചു കൊടുക്കാൻ നമ്മൾ ആരാണെന്ന്. ചേട്ടാ, അവൻ എന്തിനാ സമയം കൊടുക്കുന്നേ? ഞാൻ തട്ടിയാക്കാന്ന് വിചാരിച്ചു. ചേട്ടനെ ഓർത്ത. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് പുറത്തറിഞ്ഞിരിക്കണം. അപ്പോഴേ നമ്മളെ കുറിച്ച് മനസ്സിലാക്കൂ. ഇതിനൊക്കെ പോയി ചെയ്ത നിന്നെ ആരും പേടിക്കില്ല. കാർക്കിച്ച് തുപ്പും നിന്റെ മുഖത്ത്. അവന്റെ കൂടെ നിന്നാ മതി.